ഇത് മാസ് മോട്ടോഴ്സിന്നാണ് ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി നമ്മൾ വർക്കിന് കിട്ടിയിട്ടുണ്ട്. നമുക്കതിനകത്ത് പറഞ്ഞിരിക്കുന്ന വർക്ക് എന്ന് പറയുമ്പോൾ ജനറൽ സർവീസ് ഉണ്ട്, അതേപോലെ തന്നെ ക്ലച്ച് ചെക്കപ്പ്, ഒരു വൈബ്രേഷൻ കംപ്ലയിൻറ്റ് പോലെ പറയുന്നുണ്ട്. പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്, ചെക്കപ്പ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്റർ പ്ലഗ് ഒക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണം, സൈലൻസർ ക്ലീൻ ചെയ്യണം. ഇത്ര കേസാണ് മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടോ. അപ്പോൾ നമ്മൾ സൈലൻസർ പുറത്ത് കൊടുത്തിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. സർവീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് സൈലൻസർ അതിൻ്റെ ഉള്ളിൽ സോപ്പ് ഓയിലൊക്കെ ഒഴിച്ച് വെച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ അത് ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈൻഡറൊക്കെ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാറുണ്ട്. കമ്പനി ലൈൻഡർ കിടക്കണം, പുതിയ ലൈൻഡറാണ്. ബ്രേക്ക് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാനുള്ളൂ. ടയർ ആയാലും അത്യാവശ്യം നല്ല ടയർ കിടക്കണം, പുതിയ ടയറാണ്, വലിയ പഴക്കമായിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ ഹബ്ബ് ബെയറിങ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല. ചെയിൻ ചെറിയ ലൂസ് ഉണ്ട്, അതൊന്ന് ടൈറ്റ് ചെയ്തിടാം. എയർ ഫിൽറ്റർ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ ഉള്ളതാണ്. പിന്നെ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കംപ്ലയിൻസ് ഒന്നും നിലവിലില്ല. വലിയ പഴക്കമില്ല കാർബറേറ്റർ കേട്ടോ, പുതിയ കാർബറേറ്റർ ചെയ്യണേ, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് വീല് നമ്മൾ അഴിച്ചിട്ടുണ്ട്, ബ്രേക്ക് നമുക്ക് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്, ബ്രേക്ക് ലൈൻഡറൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഹബിനകത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് ഓൾറെഡി ലൈൻഡർ വരെയുമ്പോൾ തന്നെ പൊടിയാണ്. ഫ്രണ്ടിലത്തെ ലൈൻഡർ കിടക്കുന്ന ഒറിജിനലൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റാണ്, പക്ഷേ പുതിയതാണ്, വലിയ കുഴപ്പമില്ല. പിന്നെ അതേപോലെ വീൽ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്തു, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. കോൺസെപ്റ്റ് ചെറിയൊരു അടി പോലെ ഉണ്ട്, അവിടെ ടൈറ്റ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഹാൻഡിൽ ബാർ ചെറിയൊരു അലൈൻമെൻറ്റ് വേരിയേഷൻ ഉണ്ട്, അത് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ നോക്കിയാലും ഒരുപാട് ബലം പിടിച്ചാൽ പൈപ്പ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് അലൈൻമെൻറ്റിൽ കിട്ടില്ല. അതൊരു കംപ്ലയിൻ്റ് എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു ചെരിവ് കാണിക്കുന്നുണ്ട് അതിനകത്ത്. പിന്നെ സ്പാർക്ക് പ്ലഗ് വന്നഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കി നല്ല വില കിടക്കണം കേട്ടോ. അപ്പോൾ അതിനകത്ത് ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ വേറെ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. എഞ്ചിൻ ഓയിൽ ചെക്കപ്പ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വെറുതെ ജസ്റ്റ് നോക്കിയെന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ഈ ക്ലച്ചിൻ്റെ കേബിൾ വേണമെങ്കിൽ ഒന്ന് മാറ്റിയിട്ടേക്കാം, കാരണം ഓൾറെഡി ഇവിടെ തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കേബിൾ ചെറിയൊരു ടൈറ്റ് പോലെ കാണിക്കുന്നുണ്ട്. അതല്ലാതെ കൊണ്ട് ക്ലച്ചിന് വൈബ്രേഷൻ കാര്യങ്ങളോ അങ്ങനെ വേറെ പ്രോബ്ലം ഒന്നും പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നുമ്പോൾ ഓടിക്കുമ്പോൾ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അത് നമ്മൾ ക്ലച്ച് കേബിളൊന്ന് മാറ്റി റീസെറ്റ് ആക്കാം. പിന്നെ ബാറ്ററി എക്സൈൻ്റെ ബാറ്ററിയാണ് വണ്ടി ഇരിക്കുന്നത്. ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ 12.82 റേഞ്ച് ഒക്കെ കാണിക്കുന്നുണ്ട്, 8.5 വരെ കേട്ടോ. ലോഡ് കൊടുക്കുമ്പോഴും 9.25 വരെ ഉണ്ട്. അല്ലെങ്കിൽ വേറെ ബാറ്ററിയുമായി ബന്ധപ്പെട്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല, അങ്ങനെ മേജറായിട്ടുള്ള കംപ്ലയിൻസ് ഒന്നുമില്ല നമുക്ക്. ഇപ്പോൾ സൈലൻസർ ക്ലീനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ജനറൽ സർവീസിൻ്റെ വർക്കുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ആ ക്ലച്ച് കേബിളൊന്ന് മാറ്റിയിട്ടേക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒക്കെ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ. ഓക്കെ, വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്യുക.